നമ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിൻ ഇതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണി. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ. പരമദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമശ്ലോകേ ഭക്തിർഭവതി നഷ്ടികീ. അധ്യായം 86. വേദമൂർത്തികളുടെ പ്രാർത്ഥന. പേജ് നമ്പർ 874. വലിയ ഭൗതികവാദികളും ആധ്യാത്മിക ലോകത്തിൻ്റെ അവസ്ഥയെ അറിയാൻ കഴിയാത്തവരുമായ വ്യക്തികൾക്കു കൃഷ്ണധാമത്തെക്കുറിച്ചു മനസ്സിലാക്കാനാവില്ല. അങ്ങനെയുള്ളവർക്കായി മഹർഷിമാർ യോഗ പ്രക്രിയകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിൻ്റെ സഹായത്തോടെ ഒരുവൻ നാഭിപ്രദേശത്തിന് താഴെയുള്ള മൂലാധാരം മുതൽ ധ്യാനം തുടങ്ങുന്നു. ഇതിനു മൂലാധാരധ്യാനം അഥവാ മണിപൂരക ധ്യാനം എന്നാണു പേര്. മൂലാധാരവും മണിപൂരകവും ഉദരാന്തർഭാഗത്തു കുടലുമായി ബന്ധപ്പെട്ട രണ്ടു സ്ഥാനങ്ങളെ കുറിക്കുന്ന സാങ്കേതിക സംജ്ഞകളാണ്. സാമ്പത്തിക പുരോഗതിക്കാണു സർവപ്രാധാന്യമെന്നു തികഞ്ഞ ഭൗതികവാദികൾ കരുതുന്നു. ജീവാത്മാവും ഭക്ഷണം കൊണ്ടു മാത്രമാണ് ജീവിക്കുന്നതെന്ന ബോധമാണ് ഇങ്ങനെ കരുതാൻ കാരണമാകുന്നത്. ഭക്ഷണം എത്ര കഴിച്ചാലും അത് ദഹിക്കുന്നില്ലെങ്കിൽ അജീർണത്തിൻ്റെയും പുളിച്ചു തികട്ടലിൻ്റെയും അസ്വസ്ഥതകളുണ്ടാക്കുമെന്ന് ഇക്കൂട്ടർ മറന്നുപോകുന്നു. അതിനാൽ ഭക്ഷണം സ്വയം ജീവശക്തിക്കു കാരണമാകുന്നില്ല. ഭക്ഷ്യവസ്തുക്കളുടെ ദഹനത്തിനു നാം മറ്റൊരു ഉയർന്ന ശക്തിയെ അഭയം പ്രാപിക്കേണ്ടതുണ്ട്. അതിനു വൈശ്വാനരം എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. താൻ വൈശ്വാനര രൂപത്തിൽ ദഹനത്തെ സഹായിക്കുന്നു എന്നു ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പ്രസ്താവിക്കുന്നുണ്ട്. പരമപുരുഷൻ സർവവ്യാപിയാണ്. അതിനാൽ വൈശ്വാനര രൂപത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്യസാധാരണമായി കരുതേണ്ട. കൃഷ്ണൻ സർവവ്യാപിയാണ്. അതിനാൽ വൈഷ്ണവൻ ശരീരം മുഴുവൻ വിഷ്ണു ക്ഷേത്രത്തിൻ്റെ അടയാളമിടുന്നു. ആദ്യം വയറ്റത്തു ഒരു തിലകം ചാർത്തുന്നു. പിന്നെ മാറിൽ, തോളെല്ലുകളുടെ മധ്യത്തിൽ, നെറ്റിയിൽ, ഈ ക്രമത്തിൽ അവസാനം മൂർധാവിൽ, ബ്രഹ്മരന്ധ്രത്തിലും തിലകം ചാർത്തുന്നു. വൈഷ്ണവൻ ശരീരത്തിൽ ചാർത്തുന്ന 13 തിലക ക്ഷേത്രങ്ങൾ ഇവയൊക്കെയാണ്. നെറ്റിയിൽ ഭഗവാൻ കേശവന്റെ ക്ഷേത്രം, വയറ്റത്തു ഭഗവാൻ നാരായണന്റെ ക്ഷേത്രം, മാറത്തു ഭഗവാൻ മാധവന്റെ ക്ഷേത്രം, തോളെല്ലുകളുടെ മധ്യേ മുൻ കഴുത്തിൽ ഭഗവാൻ ഗോവിന്ദ ക്ഷേത്രം, അരക്കെട്ടിൻ്റെ വലതുഭാഗത്തു ഭഗവാൻ വിഷ്ണുവിൻ്റെ ക്ഷേത്രം, വലത്തെ കൈയിൽ ഭഗവാൻ മധുസൂദനന്റെ ക്ഷേത്രം, തോളെല്ലിൻ്റെ വലതുഭാഗത്തു ഭഗവാൻ ത്രിവിക്രമന്റെ ക്ഷേത്രം,
വാമനദേവന്റെ ക്ഷേത്രമാണ് അരക്കെട്ടിൻ്റെ ഇടതുഭാഗത്ത്. ഇടത്തെ കൈത്തണ്ടയിൽ ശ്രീധര ക്ഷേത്രം, തോളെല്ലിൻ്റെ ഇടതുഭാഗത്തു ഋഷികേശ ക്ഷേത്രം, കഴുത്തിനു പുറകുഭാഗത്ത് പത്മനാഭ ക്ഷേത്രമാണ്. പുറത്തു താഴെ ദാമോദര ക്ഷേത്രം, തലയുടെ മുകൾ ഭാഗം വാസുദേവ ക്ഷേത്രം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭഗവാന്റെ സ്ഥിതി അനുസരിച്ചുള്ള ധ്യാന പ്രക്രിയയാണീ പറഞ്ഞത്. എന്നാൽ വൈഷ്ണവേതരർക്ക് മഹർഷിമാർ നിർദ്ദേശിച്ചിരുന്ന ധ്യാനരീതി ജീവിതത്തിൻ്റെ ശാരീരിക സങ്കല്പത്തെ അടിസ്ഥാനമാക്കിയാണ്. നാഭിപ്രദേശം, ഹൃദയം, തൊണ്ട, പുരികങ്ങൾ, നെറ്റി, തുടർന്ന് നെറുക എന്നീ സ്ഥാനങ്ങളിൽ പരമാത്മാവ് ജീവാത്മാവിനോടൊപ്പം ഹൃദയത്തിൽ കുടികൊള്ളുന്നതിനാൽ മഹാത്മാവായ അരുണൻ മുതലുള്ള ശിഷ്യ പരമ്പരയിലെ സന്യാസിമാരിൽ ചിലർ ഹൃദയത്തിലാണു ധ്യാനിക്കുന്നത്. ഞാൻ എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് ഭഗവത്ഗീത 15-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഭഗവത് സേവനാർത്ഥം ശരീരത്തിൻ്റെ സംരക്ഷണം വൈഷ്ണവർക്കു ഭക്തിയുത സേവനത്തിൻ്റെ ഒരു ഭാഗമാണ്. എന്നാൽ കടുത്ത ഭൗതികവാദികൾ ശരീരത്തെ ആത്മാവായി തെറ്റിദ്ധരിക്കുന്നു. അവർ യോഗപ്രക്രിയയനുസരിച്ച് ശരീരത്തിൻ്റെ വിഭാഗങ്ങളുടെ ധ്യാനത്തിലൂടെ ശരീരത്തെയാണ് ആരാധിക്കുന്നത്. മണിപൂരകം, ദഹരം, ഹൃദയം ഈ മട്ടിൽ ക്രമേണ ഉയർന്ന് നെറുകയിലെ ബ്രഹ്മരന്ധ്രം വരെയുള്ള വിവിധ ഭാഗങ്ങളിലാണു ധ്യാനം. യോഗസിദ്ധി കൈവന്ന ഒന്നാംകിട യോഗി അവസാനം ബ്രഹ്മരന്ധ്രം ഭേദിച്ചു പുറത്തുകടന്ന് ഭൗതികമോ ആധ്യാത്മികമോ ആയ ഏതെങ്കിലും ലോകത്തെത്തുന്നു. യോഗിക്കു സ്വയം മറ്റൊരു ലോകത്തേക്ക് മാറാൻ സാധിക്കുന്നതെങ്ങനെയെന്ന് ശ്രീമദ് ഭാഗവതം 2-ാം സ്കന്ധത്തിൽ വ്യക്തമായി വിശദീകരിച്ചു പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ.